അച്ചായ എനിക്കൊന്ന് കിടക്കണമായിരുന്നു. മോള് കിടന്നോ? അച്ചായൻ താട്ടാ ഇവിടെ ഇങ്ങനെ ഇരുത്തോളാം. ആരാ വിളിച്ചേ? അത് നാട്ടിന്നാ. ഞാൻ പിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചോളാം. ഓ ആ മോള് വേണേ കിടന്നോ. അച്ചായ സഹായിക്കണോ? വേണ്ട വേണ്ട, കുഴപ്പമില്ല, അച്ചായ സഹായിക്കാം. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അച്ചായന് ഇത്തിരി വെള്ളം ചൂടാക്കി കൊണ്ടുവരാമോ? അത് കൊള്ളാം. അച്ചായ മോക്ക് വേണ്ടി എന്തും ചെയ്യില്ലേ. ഇപ്പൊ കൊണ്ടുവരാം. ലണ്ടനിൽ ചെന്നപ്പോ വായസന ഹലോ ഹലോ, സോറി കേട്ടോ. അതെനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു, അതുകൊണ്ടാ കട്ട് ചെയ്തത്. അതെന്താ അവിടെ ഫോൺ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ? അത് ആ തമ്പിക്കുട്ടി ചായൻ ഇവിടെ വന്നിരിക്കായിരുന്നു. എന്നിട്ട് അയാൾ പോയോ? ഏയ് ഇല്ല, പോന്ന മട്ടൊന്നും കാണുന്നില്ല. ആള് നന്നായി കുടിച്ചിട്ടുണ്ട്. അവിടെ വേറെ ആരും ഇല്ലേ? ഇല്ല, എല്ലാരും ഡ്യൂട്ടിയിലാ. മെറിമോളെ ചൂട് ഇത് മതിയോ? ആ മതി മതി. വേണ്ട 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 വേണ്ട, അച്ചായൻ പിടിച്ചു തരാം കേട്ടോ. വേണ്ട, ഞാൻ കുടിച്ചോ. അതെന്താ മെറിമോളെ, അച്ചായൻ എന്താ അന്യനാണോ? അത് പോയില്ലേ? എന്താ മോളെ ഇത്? അച്ചായൻ പോയി ആ ചെയറിലിരിക്ക്, അല്ലെങ്കിൽ ഞാൻ ഗ്രേസ് ചേച്ചി വിളിക്കുവേ. അവക്ക് നോട്ടിയില്ല ഡ്യൂട്ടി, അതുകൊണ്ട് വിളിച്ചാ കിട്ടുകയില്ല. ജെസി ചേച്ചിയാവും. അച്ചായൻ പോയി തുറന്നേ. ഇത് അല്ലേ വേണ്ട, ഞാൻ പൊക്കോളാം. വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം. അല്ല, ആരിത്? തമ്പിക്കുട്ടി ചായനോ? അച്ചായൻ തണുപ്പ് മാറ്റാൻ ഇറങ്ങിയായിരിക്കും അല്ലയോ? എന്ത് വേണോ? ഒന്ന് മാറി നിക്ക അച്ചായ. മെറിനെന്തി? ഓ, മുകളിലായിരിക്കും അല്ലേ? ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. ഹായ് മെറിൻ. മാത്രമുള്ള വീട്ടിൽ കയറി തെമ്മാടത്തരം കാണിക്കുന്നു. അത് ഞാനുള്ളപ്പോ എന്നൊന്നും കാണണല്ലോ. മെറിമോളെ, മോളെ, ഇവനിവിടെ എന്താ കാര്യം? എന്തോ? നിനക്ക് ഇവിടെ എന്താ കാര്യം? അയ്യോ, അത് ഞാൻ അച്ചായനോട് പറയാൻ മറന്നുപോയി. അച്ചായൻ വന്നേ. എന്നാത്തിന്? വന്ന കാര്യം പറയട്ടെ അച്ചായ. വന്നേ. മെറിൻ, ജസ്റ്റ് എ മിനിറ്റ്. ഈ തണുപ്പിന്റെ നിന്റെ ഈ കഴപ്പ് നന്നായിട്ടൊന്ന് പൊള്ളിയാലേ അതങ്ങ് മാറും. ഇനി നിന്റെ ഈ ചെറ്റത്തരമായിട്ട് ആ പെങ്കൊച്ചിന്റെ അടുത്ത് ചെന്നുവെന്ന് ഞാൻ അറിഞ്ഞ പിറ്റേന്ന് നിന്റെ പത്രത്തില് നിന്റെ ചരമ വാർത്ത വരും. അയാള് പോയി. അത്യാവശ്യമായിട്ട് എന്തോ ഒരു മെഡിസിൻ വാങ്ങിക്കാനുണ്ടെന്ന്. ഏതായാലും ഡ്യൂട്ടി കഴിഞ്ഞ് ആരെങ്കിലും തിരിച്ചെത്തിയിട്ടേ ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നുള്ളൂ. മെറിൻ ഇപ്പൊ എന്താ ആലോചിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. തമ്പിക്കുട്ടിയേക്കാൾ വലിയ കുരിശായല്ലോ ഇയാള് എന്നല്ലേ?
ഏയ് നാട്ടീന്നോ? ഒരു മിനിറ്റ് വിജയ്. ഓക്കെ. ആ ചാച്ചാ, ഇല്ല ഞാൻ ഡ്യൂട്ടിയില്ല ചാച്ചാ. ഇല്ല, കിട്ടിയിട്ടില്ല. എനിക്കറിയാത്തൊന്നും അല്ലല്ലോ. കിട്ടിയാലുടനെ അയച്ചു തരില്ലേ? ഓ സോറി. ദേ, നാളെ മുതൽ എഴുതാൻ തുടങ്ങുക വിശദമായിട്ട്. അപ്പോ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ? മംഗലാപുരത്ത് നഴ്സിംഗ് പഠിക്കുമ്പോൾ തൊട്ടേയുള്ള ശീലമാ. എത്ര തവണ ഫോണിൽ സംസാരിച്ചാലും എൻ്റെ കൈകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലേലും ഞാൻ എഴുതിയ ഒരു ലെറ്റർ വായിച്ചില്ലേൽ ചാച്ചനെന്തോ തൃപ്തി വരികയില്ല. അല്ല, അപ്പോൾ ഈ ആക്സിഡൻറ്റിൻ്റെ കാര്യമൊന്നും മെറിൻ വീട്ടിൽ പറഞ്ഞില്ലേ? ഇല്ല, അത് വേറൊന്നും കൊണ്ടല്ല വിജയ്. കുറച്ച് നാൾ മുമ്പ് വരെ സ്വന്തമായിട്ട് 10-12 ബസ്സൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ചാച്ചന്. പിന്നീടൊക്കെ പോയി. ചാച്ചൻ സമ്മതിച്ചു തരത്തില്ലേലും അമ്മച്ചി മരിച്ച ശേഷം ചാച്ചൻ്റെ ഉഴപ്പമുണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചത്. തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാതായ 1-2 സിറ്റുവേഷൻസിൽ പുള്ളിക്കാരൻ സൂയിസൈഡിന് പോലും ശ്രമിച്ചിട്ടുണ്ട്. എനിക്കിവിടെ ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോഴാ ഒത്തിരി നാളിന് ശേഷം എൻ്റെ ചാച്ചനൊന്ന് ഉള്ളു തുറന്ന് ചിരിച്ചു കണ്ടത്. ഇതോടെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നായിരുന്നു പുള്ളിയുടെ ധാരണ. പക്ഷേ ഇനിയിപ്പം ഇതോടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാ വിജയ്, എൻ്റെ ചാച്ചന്. മെറിൻ, മെറിൻ വിഷമിക്കണ്ട. ആരും ഇല്ലാന്നൊരു അങ്ങനൊരു തോന്നലും വേണ്ട. ഞങ്ങളൊക്കെ മെറിൻ, മെറിൻ, കൊള്ളപ്പലിശക്കാരന് എന്ത് സെന്റിമെന്റ്സ് എന്നാണ് ഞാനും ആദ്യം വിചാരിച്ചത്. പക്ഷെ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ ബുദ്ധി വരച്ച വരയ്ക്കപ്പുറത്തേക്ക് മനസ്സ് കടന്നു കയറിയിരിക്കുന്നു.